കെപിസിസി മുൻ അധ്യക്ഷൻ കെ സുധാകരൻ എംപി ഡൽഹിയിൽ വിമാനമിറങ്ങിക്കഴിഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ നിന്ന് ജനവിധി തേടാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കമാൻഡിന് മുന്നിൽ എത്തി നിൽക്കുകയാണ് സുധാകരൻ. എംപിമാർക്ക് മത്സരിക്കാൻ സീറ്റില്ലെന്ന കോൺഗ്രസ് തീരുമാനം നേരത്തെ തന്നെ ദേശീയ നേതൃത്വം പ്രഖ്യാപിച്ചതാണ്. എന്നിട്ടും സുധാകരൻ പിന്നോട്ട് ഒരടി വെച്ചിട്ടില്ല. രാഷ്ട്രീയ ജീവിതത്തിന്റെ അവസാന ലാപ്പിലൂടെ ഓടുന്ന സുധാകരന് അവസാന ആഗ്രഹമാണ് ഒരു മന്ത്രിക്കുപ്പായം. അതിനുള്ള ഏറ്റവും അനുയോജ്യമായ സമയമാണിത്. UDF മുന്നണി വലിയ വിജയം നേടുമെന്നും മന്ത്രിസഭയുടെ ഭാഗമാകാൻ സാധിക്കുമെന്നും പ്രതീക്ഷയിലാണ് കോൺഗ്രസിന്റെ കനുവ് തേടി സുധാകരൻ ദില്ലിയിലേക്ക് പറന്നിറങ്ങിയിരിക്കുന്നത്. അതേസമയം സുധാകരന് മുന്നിൽ കോൺഗ്രസ് ഒറ്റ നിബന്ധനയാണ് നിലവിൽ വെച്ചിരിക്കുന്നത്. അത് കണ്ണൂരിന് പകരം പിണറായിയുടെ തട്ടകമായ ധർമ്മടത്ത് ജനവിധി തേടണം എന്നതാണ്. സുധാകരൻ എത്തുന്നതോടെ പിണറായി വിജയനെ കേരളത്തിൽ ഒരിടത്തേക്കും അനങ്ങാൻ സാധിക്കാത്ത രീതിയിൽ പിടിച്ചുകെട്ടാനാകുമെന്നാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ. ഈ നീക്കുപോക്കിന് സുധാകരൻ സമ്മതിക്കുകയാണെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് ലഭിക്കുമെന്നാണ് ഡൽഹിയിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ. നേരത്തെ ഷാഫി പറമ്പിലിനെ ധർമ്മടത്ത് മത്സരിപ്പിക്കാനുള്ള നീക്കം കോൺഗ്രസ് നടത്തിയിരുന്നു. ഷാഫിക്ക് പാതി സമ്മതവുമായിരുന്നു. എന്നാൽ പിന്നീട് ചർച്ചകൾ വഴിമുട്ടി. എംപിമാർ മത്സരിക്കുന്നതിനെ VD സതീശൻ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ ശക്തമായി എതിർത്തിരുന്നു. ഇതോടെയാണ് അന്ന് ഷാഫിയുടെ സാധ്യതകൾ അവസാനിച്ചത്. എന്നാൽ സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയും LDF അടക്കമുള്ള മുന്നണികൾ പ്രചാരണം ശക്തമാക്കിയപ്പോഴും കോൺഗ്രസ് ഡൽഹിയിൽ തന്നെ തുടരുകയാണ്. ഈ സാഹചര്യത്തിലാണ് അവസാന കോംപ്രമൈസ് എന്ന നിലയിൽ സുധാകരനെ ധർമ്മടത്തിറക്കാൻ കോൺഗ്രസ് ആഗ്രഹം പ്രകടിപ്പിക്കുന്നത്. നിയമസഭാ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി കോൺഗ്രസിനുള്ളിൽ പുകയുന്ന സുധാകര പ്രശ്നത്തിനു കൂടി ഇതോടെ പര്യവസാനമാകുമെന്ന് കോൺഗ്രസും KPCC നേതാക്കളും പ്രതീക്ഷിക്കുന്നുണ്ട്. കണ്ണൂർ സീറ്റിനായി കടുംപിടുത്തം തുടരുന്ന കെ സുധാകരൻ MPക്ക് മുന്നിൽ ഹൈക്കമാൻഡ് വഴങ്ങുന്നുവെന്നാണ് ഡൽഹിയിൽ നിന്ന് അവസാനം ലഭിക്കുന്ന സൂചനകൾ. എംപിമാർ നിയമസഭയിലേക്ക് മത്സരിക്കേണ്ടെന്ന കർശന നിലപാടിൽ സുധാകരന് വേണ്ടി മാത്രം ഇളവ് നൽകാൻ നേതൃത്വം തയ്യാറായതോടെയാണ് പ്രശ്നപരിഹാരത്തിന് കളമൊരുങ്ങിയതെന്നും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കെ സുധാകരന്റെ ജനപ്രീതിയും അണികൾക്കിടയിലുള്ള സ്വാധീനവും കണക്കിലെടുത്ത് അദ്ദേഹത്തിന് മത്സരിക്കാൻ പ്രത്യേക അനുമതി നൽകണമെന്നാണ് ഡൽഹിയിൽ നിന്നുള്ള പുതിയ നിർദ്ദേശത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ ഇതിന് പകരമായി മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ധർമ്മടത്ത് തന്നെ സുധാകരൻ അംഗത്തിനിറങ്ങണമെന്ന വിൻ ഫോർമുലയാണ് ഹൈക്കമാൻഡ് മുന്നോട്ട് വയ്ക്കുന്നത്. സംസ്ഥാനമാകെ UDF തരംഗം സൃഷ്ടിക്കാൻ സുധാകരൻ പിണറായി പോരാട്ടം സഹായിക്കുമെന്നും AICC വിശ്വസിക്കുന്നുണ്ട്. അനുനയ നീക്കങ്ങളോട് സുധാകരൻ പൂർണ്ണമായി പ്രതികരിച്ചിട്ടില്ലെങ്കിലും രമേശ് ചെന്നിത്തല നടത്തിയ ഫോൺ സംഭാഷണത്തിന് പിന്നാലെ മഞ്ഞുരുകി തുടങ്ങിയതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സീറ്റ് ഉറപ്പായാൽ മാത്രം ഡൽഹിക്ക് എന്ന നിലപാടിലായിരുന്ന സുധാകരൻ പിന്നാലെ രാജ്യതലസ്ഥാനത്തേക്ക് തിരിച്ചു. കണ്ണൂരിലെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടിൽ നിന്ന് ധർമ്മടത്തെ വലിയ പോരാട്ടത്തിലേക്ക് സുധാകരനെ എത്തിക്കാനാണ് KPCC നേതൃത്വവും ഇപ്പോൾ ശ്രമിക്കുന്നത്. സുധാകരന് അനുകൂലമായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോസ്റ്ററുകളും ഫ്ലക്സുകളും ഉയർന്നത് നേതൃത്വത്തെ സമ്മർദ്ദത്തിലാക്കിയിരുന്നു. രാഹുൽ ഗാന്ധി നൽകിയ വാക്ക് പാലിക്കണമെന്ന അണികളുടെ ആവശ്യം ഹൈക്കമാൻഡ് ഗൗരവത്തോടെയാണ് കാണുന്നത്. പിണറായിക്കെതിരെ ധർമ്മടത്ത് സുധാകരൻ ഇറങ്ങിയാൽ അത് ചരിത്ര പോരാട്ടമാകുമെന്നും അണികൾ കണക്കുകൂട്ടുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശനും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും സമവായ നീക്കങ്ങളെ തള്ളാത്തതും ശുഭസൂചനയായാണ് വിലയിരുത്തപ്പെടുന്നത്. KPCC അധ്യക്ഷ പദവിയിൽ നിന്ന് സുധാകരനെ മാറ്റിയ രാഹുൽ ഗാന്ധി അന്ന് മുന്നോട്ട് വെച്ചതാണ് നിയമസഭാ സീറ്റും ജയിച്ചാൽ മന്ത്രിസ്ഥാനവും എന്ന വാഗ്ദാനം. നിലവിൽ KPCC തടസ്സം നിന്നതോടെയാണ് രാഹുൽ ഗാന്ധിക്ക് പോലും സുധാകരന് സീറ്റ് നൽകാൻ സാധിക്കാത്ത അവസ്ഥ വന്നത്. പിന്നാലെ 5 MPമാരും മത്സരിച്ച് മന്ത്രിയാകാൻ തയ്യാറെടുത്തതോടെയാണ് സുധാകരന് വിലക്കേർപ്പെടുത്താൻ KPCC തയ്യാറായത്. നേരത്തെ കഴിഞ്ഞ ആഴ്ച മാധ്യമങ്ങളുമായി സംസാരിച്ച സുധാകരൻ സ്വയം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിനെയും VD സതീശനെയും ചൊടിപ്പിച്ചിരുന്നു. ഇതിനു പിന്നാലെ കണ്ണൂർ സീറ്റ് നിഷേധിക്കപ്പെട്ടതോടെയാണ് സുധാകരൻ കലാപക്കൊടി ഉയർത്തിയത്.